ഹലോ, നമ്മുടെ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചാലഞ്ചിലത്തെ 12ാമത്തെ ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ഡ്രസ്സോളം നമ്മൾ ഡെയിലി വെയർ പോലത്തെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 11 നമ്മൾ പാർട്ടി വെയർ ആയിരുന്നു. ഇപ്പോൾ ഇതും നമ്മൾ പാർട്ടി വെയർ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമ്മളിതുപോലെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ. മിനി യോക്ക് ഫ്രോക്കാണ് ചെയ്തിട്ടുള്ളത്. 2 ബോക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ ഷോൾഡർ സ്ട്രാപ്പാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ലെങ്ത്തിൽ ഇരുന്നതല്ല, ഒരു മുട്ടിൻ്റെ കാലിൻ്റെ ഒരു മുട്ടിൻ്റെ ഒക്കെ ഒരു ഭാഗം വരെയാണ് ഈ ഫ്രോക്ക് നമ്മൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ കാണട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ക്ലോത്താണ് കേട്ടോ. ഇതേപോലെ ചെറിയൊരു വർക്ക് വരുന്നൊരു മെറ്റീരിയൽ, ഇത് 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ നെറ്റും 2 മീറ്റർ. ഇപ്പോൾ ഇതിൽ 3 മീറ്റർ ഉണ്ട്, എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 മീറ്റർ. അതേപോലെ തന്നെ 1 മീറ്റർ കോട്ടൺ ലൈനിങ്ങും 1 മീറ്റർ സാറ്റിനും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇലാസ്റ്റിക്കും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിലധികം മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞുതരാം. ഫുൾ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. 22 പറയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് അല്ല, ഒരു മുട്ടിനേക്കാൾ കുറച്ചുകൂടി താഴെ ഒരു ലെങ്ത്താണ് കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഉണ്ടാവുക ഫുള്ളായിട്ടുള്ള ഒരു ലെങ്ത്ത് അല്ല എടുത്തേക്കുന്നത്. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 19 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ 22 ഇഞ്ചിൽ നമുക്ക് മുകളിൽ സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ സ്ട്രാപ്പ് ഒരു 3 ഇഞ്ചിൻ്റെ സ്ട്രാപ്പാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലൈനിങ്ങിലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തതിനൊക്കെ 1-1.5 ഇഞ്ചോ കുറച്ചിട്ട് മതി നമുക്ക് ലൈനിങ് ക്ലോത്തിൽ കട്ട് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 മീറ്റർ ഈ ക്ലോത്ത് എടുത്തേക്കുന്നത്. ഈ നെറ്റ് ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു കര വരുന്ന ഭാഗമല്ലേ, ഇതിൻ്റെ തേര് വശം എന്ന് പറയില്ല, ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യണില്ല. പിന്നെ നെറ്റിൻ്റെ ഈ കരഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് എത്രയാണ് ഫുൾ ലെങ്ത്ത് വേണ്ടത്, ആ ഫുൾ ലെങ്ത്ത് നിന്ന് നമ്മുടെ സ്ട്രാപ്പിൻ്റെ 3 ഇഞ്ച് മൈനസ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ വേണ്ടത് തയ്യൽ തുമ്പ് അടക്കം എനിക്ക് വേണ്ടത് 20 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ 20 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് വന്നിട്ട് 22 ഇഞ്ചാണ്. ആ 22 ഇഞ്ചിൽ നിന്ന് ഞാൻ 3 ഇഞ്ച് സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് എനിക്ക് 20 ഇഞ്ച് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ 20 ഇഞ്ചിൽ ഇതിന്ന് ഇപ്പോൾ ഈ 2 മീറ്റർ ക്ലോത്ത് നമ്മൾ ഫസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. അതിൻ്റെ ശേഷം താഴെ ഭാഗത്ത് നിന്ന് വീണ്ടും അതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് 4 മീറ്റർ പീസസ് നമുക്ക് കിട്ടും കേട്ടോ മൊത്തം. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഈ ക്ലോത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം അടിഭാഗത്തു നിന്ന് വീണ്ടും ഇതേപോലെ നമ്മൾ 20 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തം 4 മീറ്റർ ക്ലോത്ത് ഫ്രില്ലിടാൻ കിട്ടും കേട്ടോ. ഇതിൻ്റെ താഴെ ഭാഗത്ത് ബാലൻസ് ഉള്ള ക്ലോത്ത് നമുക്ക് സ്ലീവിന് ഫ്രില്ല്, അതായത് നമ്മൾ സ്ട്രാപ്പ് കൊടുക്കണില്ല, അപ്പോൾ അതൊരു ഫ്രില്ല് ഇട്ടിട്ടുള്ള സ്ട്രാപ്പ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ താഴെ ഭാഗത്തുള്ള ക്ലോത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 4 മീറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലെയിൻ നെറ്റ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ, പക്ഷേ പ്ലെയിൻ നെറ്റിൽ നമ്മൾ ഇത്രയും ലെങ്ത്ത് വേണ്ട, ഇതിനൊക്കെ 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. പ്ലെയിൻ നെറ്റ് ഞാനിതുപോലെ വിരിച്ചിടുന്നുണ്ട്. ഇനി നമ്മളിതുപോലെ ഈ കരഭാഗം യൂസ് ചെയ്യണില്ല കേട്ടോ. ഒരു പോർഷൻ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുകയാണ് ചെയ്യണത്. അതിന് ശേഷം താഴേക്ക് 19 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ താഴേക്ക് ഒരു 19 ഇഞ്ചായിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഞാൻ 19 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ നെറ്റിലും ഇതേപോലെ തന്നെ നമ്മൾ 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ഒരു ലെയർ കട്ട് ചെയ്തെടുത്തു, വീണ്ടും നമ്മൾ ഈ ഒരു അളവിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സെയിം അളവിൽ തന്നെ നമ്മൾ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് എങ്ങനെ 4 മീറ്ററോളം കിട്ടും കേട്ടോ. അപ്പോൾ 2 ആകുമ്പോൾ 4 മീറ്റർ കിട്ടും. നമ്മൾ ഇതിനൊക്കെ ഫ്രില്ലിട്ടിട്ട് ഒരു 36 ഇഞ്ചിലേക്ക് ആക്കി എടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ മെയിൻ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തു, അതേപോലെ തന്നെ പ്ലെയിൻ നെറ്റും കട്ട് ചെയ്തു കേട്ടോ. പാറ്റേണിലുള്ള ഫുൾ ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്യണതിൻ്റെ മുന്നേ ഞാനൊരു 3 ഇഞ്ച് ലെങ്ത്തിൽ, അതായത് 3 ഇഞ്ച് ലെങ്ത്ത് 36 ഇഞ്ച് വിഡ്ത്തിൽ നമുക്കൊരു പീസ് വേണം കേട്ടോ. അതായത് നമുക്ക് ഒരു ബെൽറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ബെൽറ്റ് കൊടുക്കാൻ വേണ്ടി, നമ്മൾ സ്കേർട്ടിനൊക്കെ ചെയ്തില്ലേ അതേപോലെ ഒരു ബെൽറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് വേണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് എനിക്ക് കറക്റ്റ് ഒരു 18
18.5 ഇഞ്ചാണ് കേട്ടോ. കറക്റ്റ് 18.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ബെൽറ്റ് കട്ട് ചെയ്ത് മാറ്റിയല്ലോ. പിന്നെ ബാക്കിയുള്ള പീസ് മൊത്തം നമ്മൾ ഉള്ളിലേക്കുള്ള ലൈനിങ് ആക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്യാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കോട്ടൺ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കോട്ടൺ ലൈനിങ്ങിലൂടെ ലെങ്ത്ത് ഈ രീതിക്ക് മടക്കുമ്പോൾ ഒരു 16 ആണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു 16 ഇഞ്ച് തന്നെ എടുക്കണം കേട്ടോ. ഈ ഒരു ഇങ്ങനെ കരഭാഗമാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ 16 ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു 18 ഇഞ്ചിലാട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരു 17 ഇഞ്ചായിട്ട് മാറും. നമ്മളെ കുട്ടിയുടെ ചെസ്റ്റ് റൗണ്ടിനൊക്കെ ഒരു 1.5-2 ഇഞ്ചോളം കുറച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. എൻ്റെ മുകളിൽ 19.5 അപ്പോൾ ഞാൻ അതിന് 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഒരു 1/2 ഇഞ്ചോളം ചെയ്യും കേട്ടോ. അപ്പോൾ വല്ലാണ്ട് ഒരുപാട് ടൈറ്റിലത് 6 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് കട്ട് എടുത്തേക്കണം. ഒരുപാട് ടൈറ്റിലല്ല കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഷോൾഡറിലേക്ക് സ്ട്രാപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ ഫ്രില്ലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാലൻസ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. വിഡ്ത്ത് വേണ്ടത് 2 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ 2 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ 2 പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് 2 3 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം ഇത് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ 2 ഇഞ്ചിൻ്റെ വിടുത്താണ് കൊടുക്കുന്നത്. നമ്മൾ സെൻറ്ററിൽ കൂടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കില്ലേ, എന്നിട്ട് ആ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ 7 ഇഞ്ചിലേക്ക് ഇതിലേക്ക് എത്തിക്കണം കേട്ടോ. ആ 7 ഇഞ്ചിൻ്റെ ഒരു പീസാണ് എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ 2 സ്ലീവിലേക്കും ഒരു ക്ലോത്ത് 2 മീറ്റർ ഉണ്ടാവും കേട്ടോ. അതായത് 2 ഇഞ്ച് വിടുത്തും 2 മീറ്റർ ലെങ്ത്തും കേട്ടോ ഉണ്ടാവുക. 1 സൈഡിലേക്കുള്ളത് ഉണ്ടാവുക നമുക്ക് ഫ്രില്ലിടാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 പീസ് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് 2 ഇഞ്ചും ഇതിൻ്റെ വിടുത്ത് വന്നിട്ട് 2 മീറ്റർ ഉണ്ട്. നമ്മളെല്ലാ പീസും 2 പീസായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അതായത് ഒരൊറ്റ പീസാക്കി എടുക്കുക. ഇതേപോലെ സെൻറ്റർ ഭാഗം ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരൊറ്റ പീസാക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സാറ്റിനും ഇതുപോലെ ലൈനിങ് ക്ലോത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റിൻ ക്ലോത്ത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് നെറ്റും. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ 3ലും നോർമലായിട്ടുള്ള ഫ്രില്ലായിട്ടുള്ളത്, അതായത് കോട്ടൺ ലൈനിങ്ങും സാറ്ററിലും ഇതിലും നോർമലായിട്ടുള്ള ഫ്രില്ല് നമ്മൾ ഇട്ടിട്ടെടുക്കും. ഈ ബെൽറ്റ് നമ്മൾ 36 ഇഞ്ച് വിട്ടുള്ള ഒരു ബെൽറ്റ് കട്ട് ചെയ്ത് വെച്ചില്ലേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തിലേക്ക് നമുക്ക് എല്ലാ പീസസും, അതായത് കോട്ടൺ ലൈനിങ്ങും സാറ്റൻ ലൈനിങ്ങും അതേപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ നെറ്റും വർക്ക് നെറ്റും എല്ലാം ഫ്രില്ലിട്ടതിൻ്റെ ശേഷം ഈ ഒരു അളവിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കേണ്ടത് കേട്ടോ. പ്ലെയിൻ ക്ലോത്ത് ഇതുപോലെ നമ്മൾ നോർമലായിട്ടുള്ള ഫ്രില്ലായിട്ടാണ് കേട്ടോ അപ്പോൾ ഇട്ടെടുക്കുന്നത്. ഇതേപോലെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ സ്ലീവിന് സ്ട്രാപ്പ് കൊടുക്കാൻ നമ്മളിതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു 2 മീറ്റർ ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതുപോലെ സെൻറ്ററിൽ കൂടെ ഇതേപോലെ ഫ്രില്ലുകളിട്ട് കൊടുക്കുക കേട്ടോ. ഫ്രില്ലിട്ടതിന് ശേഷം ഈ ഒരു പീസ് 7 ഇഞ്ചായിട്ട് വേണ്ടത്. കാരണം 2 സൈഡിലേക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് പോകും. പിന്നെ നമുക്ക് 3 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. സ്ട്രാപ്പ് ഇത് കുറച്ചൊന്ന് ഇറങ്ങി കിടക്കുന്ന മോഡൽ തന്നെയാണ് കേട്ടോ. നല്ലോണം കയറി കിടക്കുന്ന നെക്കെല്ലാം ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് 7 ഇഞ്ച് ലെങ്ത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇതുപോലെ ഫ്രില്ലിടുമ്പോൾ സെൻറ്ററിൽ കൂടെയാണ് കേട്ടോ ഫ്രില്ലിടേണ്ടത്. നമുക്ക് ഈ മെയിൻ ക്ലോത്തിൽ ഫ്രില്ലിടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇതുപോലെ താഴേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ ഇട്ടിട്ട് അങ്ങനെ ഫ്രില്ലിടുകയാണെങ്കിൽ അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ വേണം കേട്ടോ നമ്മൾ ഫ്രില്ലിടാൻ. ഇപ്പോൾ ഇത് നല്ല വശത്ത് കൂടെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഫ്രില്ലിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് കൂടെ നമ്മൾ ഇതുപോലെ ഫ്രില്ലിട്ട് പോരും കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഒന്നില്ലെങ്കിൽ മൊത്തം 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ 3/4 ഇഞ്ചിനെ പിടിച്ചിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ വേണ്ടത്.
ഇതുപോലെ നമ്മൾ ആ 3/4 ഇഞ്ച് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് കോട്ടൺ ലൈനിങ്ങിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കാം. അപ്പോൾ കോട്ടൺ ലൈനിങ്ങിൽ ഞാൻ നോർമലായിട്ട് തന്നെ ഇട്ടെടുക്കുന്നത്, അതായത് നമ്മൾ ഫൂട്ട് വെച്ചിട്ടല്ല, നോർമലായിട്ട് വലിയ വലിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ കോട്ടൺ ലൈനിങ്ങിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തും അതേപോലെ തന്നെ സാറ്റിനും അതുപോലെ കോട്ടൺ ലൈനിങ്ങൊക്കെ ഞാൻ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ കോട്ടൺ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൻ്റെ നല്ല വശം മുകൾക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സാറ്റൻ ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മളുടെ പ്ലെയിൻ നെറ്റിൽ നമ്മൾ ഫ്രില്ലിട്ട് വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് ഫസ്റ്റ് ഇതുപോലെ കോട്ടൺ ലൈനിങ്ങിൻ്റെ നല്ല വശം മുകൾക്ക് വരുന്ന രീതിയിൽ, അതിന് ശേഷം നമ്മുടെ സാറ്റൻ ലൈനിങ്ങിൻ്റെ നല്ല വശം മുകൾക്ക് വരുന്ന രീതിയിൽ, അതിന് ശേഷം നമ്മുടെ നെറ്റ് ഫാബ്രിക്കിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പണാണ് വരുന്നത്, ഇങ്ങനെ വരും നീളന ഒരു ഒറ്റ പീസായിട്ട് 36 ഇഞ്ചിൻ്റെ, അതായത് നമ്മളെ ഈ സ്ട്രാപ്പിൻ്റെ കറക്റ്റ് അളവിലേക്ക് എത്തണം കേട്ടോ. നമ്മൾ 36 ഇഞ്ചിലേക്ക് എത്തിക്കണം നമ്മൾ കോട്ടൺ ലൈനിങ്ങും സാറ്റനും അതേപോലെ തന്നെ നമ്മുടെ നെറ്റ് ഫാബ്രിക്കും ഈ ഒരു 36 ഇഞ്ചിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് എത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇതുപോലെ നെറ്റ് ഫാബ്രിക്കും അതുപോലെ തന്നെ സാറ്റനും അതുപോലെ കോട്ടനൊക്കെ കൂടിയിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. 36 ഇഞ്ച് ലെങ്ത് ആക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ നമ്മൾ നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അത് ഇതുപോലെ പൊട്ടവശത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് എടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഈ ബാൻഡ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിതുപോലെ ഈ ബാൻഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ അരികു വശത്ത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിപ്പോൾ 1 ഇഞ്ചുണ്ട്, അപ്പോൾ നമുക്കൊരു 3/4 ഇഞ്ചാണ് ഇലാസ്റ്റിക് ഇടാനുള്ള ഗ്യാപ്പ്. അപ്പം നമുക്കൊരു 1/4 ഇഞ്ചൊക്കെ ചെറിയൊരു ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രില്ലിട്ട് വെച്ചിട്ട് നമ്മളെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമ്മൾ വരച്ച ഈ ലൈനിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഈ ഇലാസ്റ്റിക് ബാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ, ഈ ഗ്യാപ്പിൻ്റെ സ്റ്റിച്ച് വന്നിട്ടില്ല, ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ഈ ലൈൻ കൂടെ നമ്മൾ ഫ്രില്ലിട്ട ആ ഒരു പോർഷൻ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ ഭാഗത്ത് ഈ പീസിനെ ഒന്നിങ്ങനെ ഒതുക്കി പിടിച്ചതിന് ശേഷം താഴെ നമ്മൾ ഈ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല, അതിൻ്റെ ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ വീണ്ടും താഴെ കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക കേട്ടോ. ഞാനിതുപോലെ വർക്ക് നെറ്റ് ഇതുപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഉൾഭാഗത്ത് ഇതുപോലെ വർക്ക് നെറ്റ് ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക, പക്ഷേ ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതിൽ മുകളിൽ കൂടെ സ്റ്റിച്ച് കൊടുത്തിട്ട് ഇലാസ്റ്റിക് മറിഞ്ഞ് പോകാതിരിക്കാൻ സ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ ശരിക്കും. അതിന് ശേഷം നമ്മളിതിൻ്റെ നോർമലായിട്ട് സൈഡ് കൂട്ടണ പോലെ സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ നെറ്റ് ഫാബ്രിക് മാത്രം വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഈ 2 നെറ്റും, അതായത് മെയിൻ ക്ലോത്തും ഈ നെറ്റ് ഫാബ്രിക് മാത്രം വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഒന്ന് സൈഡ് കൂട്ടി കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ മൊത്തമായിട്ട് ഇവിടുന്ന്, അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ മൊത്തമായിട്ട് ലോക്ക് ചെയ്തിട്ട് ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും. അതിൻ്റെ ശേഷം നമ്മൾ ഇതിനുള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ലൈനിങ്ങും അതുപോലെ തന്നെ സാറ്റനും സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ സാറ്റൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. കോട്ടൺ ലൈനിങ്ങിനെ അപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണില്ല കേട്ടോ.
ഇപ്പോൾ ഇതുപോലെ സൈഡ് ഭാഗം കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിക്ക് സെപ്പറേറ്റ് ആക്കിയ രീതിയിലാണ് കേട്ടോ കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇനി നമുക്ക് ഇതിന് ഷോൾഡർ സ്ട്രാപ്പ് കൊടുക്കാനും കൂടിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫ്രോക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് എത്ര ഇഞ്ച് ഉണ്ട് എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ഇത് 9 വരുന്നത്. അപ്പോൾ 9 വരുമ്പോൾ നമ്മൾ 4.5 ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇവിടേക്കൊരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2.25 to 2. അപ്പോൾ ആ ഒരു മാർക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും. അതിന് ശേഷം നമ്മൾ ഈ സ്ട്രാപ്പ് ഫ്രില്ലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു സ്ട്രാപ്പിന് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കട്ട് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 ഷോൾഡർ സ്ട്രാപ്പും ഇതേപോലെ നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടൊരു ഫ്രോക്കാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിവിടെ ഫ്രണ്ടിൽ 2 ബോയും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ തുന്നിയിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞിട്ടിരിക്കുന്നത്. അതിനോട് തുന്നിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണം കേട്ടോ.